ഇന്ന് നമ്മൾ കാണുന്നില്ലേ, ഡമാസ്കസിന്റെ പല ഭാഗത്ത് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്, ഫലസ്തീനിന്റെ പല ഭാഗത്ത് നടക്കുന്നുണ്ട്, ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ആളുകളുടെ ഈമാൻ ഒട്ടും ചോർന്നു പോകുന്നില്ല. എന്തുകൊണ്ട്? അവര് ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ പിടിച്ചു നിൽക്കും. എത്ര വർഷമായി തുടങ്ങിയിട്ട്? അള്ളാഹിന്റെ ഹബീബ് പറയുന്നത്, സ്വഹാബ, 4 കാര്യങ്ങൾ എൻ്റെ കാലശേഷം നടക്കും. എൻ്റെ കാലശേഷം 4 ഫിത്തിനകൾ പൊട്ടിപ്പുറപ്പെടും. അതിൽ ഒന്നാമത്തെ ഫിത്തിന, സ്വഹാബ, അള്ളാഹിന്റെ ഹബീബ് സ്വഹാബത്തിനോട് പറയാ, ഒന്നാമത്തെ ഫിത്തിന, എൻ്റെ കാലശേഷം നടക്കുന്ന ഒരു ഫിത്തിന കൊലപാതകമായിരിക്കും. കൊലപാതകങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. കൊല്ലുന്നവൻ അറിയില്ല എന്തിനാ കൊന്നത്, കൊല ചെയ്യപ്പെട്ടവൻ അറിയില്ല എന്തിനാ കൊല ചെയ്യപ്പെട്ടവര്. ഇങ്ങനത്തെ കൊടും ക്രൂരതകൾ, കൊടും കൊലപാതകങ്ങൾ ഇങ്ങനെ നടക്കും. ഇന്ന് നമ്മൾ കാണുന്നില്ലേ, പശ്ചിമേഷ്യയിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ലോകത്തിന്റെ പല ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിലും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നില്ലേ, അതൊക്കെ നമ്മൾക്ക് നോക്കിയാൽ മനസ്സിലാകും. കൊല്ലപ്പെട്ടവൻ അറിയില്ല എന്തിനാ കൊല ചെയ്യപ്പെട്ടത്, കൊന്നവൻ അറിയില്ല എന്തിനാ കൊന്നത്. ഇങ്ങനത്തെ കൊടും കൊലപാതകങ്ങൾ എൻ്റെ കാലശേഷം നടക്കുമെന്ന് അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം